പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചു. ഈശോ പ്രാർത്ഥിക്കും, പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് നൽകിയ അതേ മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുന്നു. ത്രിത്വത്തിലെ ഒന്നാമത്തെ ആളായ പിതാവായ ദൈവം പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രന് കൊടുത്ത മഹത്വം ഈശോ നമ്മൾക്ക് നൽകിയിരിക്കുന്നു. ഇത് ഈ ഈ ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ, നമ്മൾ ഈ എന്നിട്ട് ഇവർ ഒന്നായിരിക്കേണ്ടതിന് കൊണ്ട് പ്രാർത്ഥിക്കുവാണേ. ഇവർ ഒന്നായിരിക്കേണ്ടതിന്, എന്നിട്ട് ഇവർ സ്നേഹിക്കേണ്ടതിന്. ഈ ദൈവസ്നേഹം ഉണ്ടെന്ന് നമ്മൾ ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യനായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പോവാന്ന് നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ വേറൊരാളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കൂടെയുള്ള ഒരാളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അതിൽ കാര്യമില്ല, അതിൽ ഒരു അർത്ഥമില്ലെന്നാ പറയുന്നത്. കാരണം എന്താ ഇതിനകത്ത് മൊത്തം പറയുന്നത്, പരസ്പരം സ്നേഹിക്കുക എന്നൊഴികെ ഒരു കടപ്പാടും ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ആ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പരസ്പരം സ്നേഹിക്കുക എന്നൊഴികെ വേറെ കടപ്പാടൊന്നും ഇല്ലല്ലോ. അതിൽ പറ എന്നാ ചെയ്യാൻ, നമുക്കിപ്പോ ഒരു പൈസ തിരിച്ചു തന്നിട്ട് പൈസ തിരിച്ചു കൊടുത്താൽ അത് തീർന്നു. സ്നേഹം അങ്ങനെയല്ല. ഇവൻ എന്നെ ചതിക്കുമെന്ന് അറിഞ്ഞാലും ഞാൻ അവനെ സ്നേഹിക്കണം. ഇവൻ എന്നെ കൊല്ലുമെന്ന് അറിഞ്ഞാലും ഞാൻ അവനെ സ്നേഹിക്കണം. അതാണ് ഇത്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ കാണിച്ചു കൊടുക്കുകയാണല്ലോ. ഇതിങ്ങനെ നമ്മളിങ്ങനെ കൂടെയുള്ളവനെ സ്നേഹിക്കാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അതാണ് രാജകീയ കൽപ്പന. യാക്കോബിന്റെ ലേഖനത്തിന്റെ 2-ാം അധ്യായം, സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് രാജകീയ കൽപ്പന. റോയൽ ലോ, അതാണ് രാജകീയ കൽപ്പന. ഈ നമ്മളത് അങ്ങനെ എംഫസൈസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നേ. നമ്മളൊരു ദൈവസ്നേഹത്തിലേക്ക് എത്തുകയും പ്രാർത്ഥനയിൽ എത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണേന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ചിങ്ങനെ പൊങ്ങിയിട്ട് മറ്റുള്ളവരോട് നിന്ന് ഇങ്ങനെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല ചെയ്യണ്ടേ. ഇങ്ങനെ സ്നേഹിക്കുക എന്നുള്ളതാണ്, ചുമ്മാ അങ്ങ് സ്നേഹിക്കുക എന്നുള്ളതാ. ഞാൻ ഈ ഒന്നാമത്തെ വചനവും ആ, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. ആദ്യമുണ്ടായിരുന്ന സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ബൈബിളിലുണ്ട്. നമുക്കറിയാലോ സ്നേഹം എന്ന് പറയുന്ന വാക്കിന്. അത് ബൈബിളിൽ നിന്നല്ല, ഏത് മനുഷ്യനായാലും സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്കിന് അത് നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അർത്ഥം അതിന്റെ പിന്നിൽ കിടപ്പുണ്ട്. എന്താ പറയാ, അതൊരു ലൈഫുണ്ട് അതിന് പിന്നിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ബൈബിളില് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം സ്നേഹം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം, അബ്രാഹം തന്റെ പുത്രനെ ബലി കൊടുക്കാൻ വേണ്ടി പിതാവായ ദൈവം ചോദിക്കുക. പിതാവായ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ. അങ്ങനെ വാക്ക് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. നീ കണ്ടോ, നിമിഷം ഫസ്റ്റ് വാക്ക് സ്നേഹം ഉപയോഗിച്ചിരിക്കുന്ന ഡിമാൻഡിങ് ആണ്. എനിക്ക് താ, എനിക്ക് താ, എനിക്ക് താ എന്നുള്ളത്. ആ ഒരു ഭയങ്കര ഒരു ഇതാണ്. പിന്നെ നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്ന വാക്ക് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം, 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാം അധ്യായം 4-ാം അധ്യായം അല്ല 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഉണ്ടോ, ദൈവം സ്നേഹമാണ്. ഞാനിങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എനിക്ക് ഈശോയോട് അഗാധമായ ഒരു സ്നേഹമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്നേഹം ഫീൽ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പടിയാണ് നമ്മുടെ സഹോദര സ്നേഹത്തിലേക്കുള്ള ഒരു നമ്മുടെ ജീവിതം. അങ്ങനെ നമ്മളെല്ലാം അങ്ങനല്ലേ ഈശോ സൃഷ്ടിച്ചിരിക്കുന്ന ആദം ഹവ്വ, പുരുഷന് സ്ത്രീ ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവരെ സൃഷ്ടിച്ചത്, അല്ലെ? രണ്ടുപേര്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും ശരിയാണ്, ഞാൻ പേഴ്സണലി അങ്ങ് വളർന്ന ഒരാളാണെന്ന് പറയുമ്പോഴും നമ്മളൊരു ഫാമിലിയിൽ ഒരു വൈഫാണെങ്കിൽ ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട്. ഞാനായിരിക്കുന്ന സമൂഹത്തിൽ ഞങ്ങൾ 10 അച്ഛന്മാരാണ് കമ്മ്യൂണിറ്റിയിലുള്ളത്. അതുപോലെ തന്നെ നമ്മളെല്ലാം എന്ന് വെച്ചാൽ 24 വ്യക്തിസഭകള് കൂടി വരുന്നതാണ് സീറോ മലബാർ സഭ. എല്ലാം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈശോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും അത് തന്നെയാണല്ലോ. യോഹന്നാൻ 17:21 നമ്മൾ ധ്യാനിക്കുന്നത്, അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങനിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിനോ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി. ആ വാക്ക് ശ്രദ്ധിച്ചോ, അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു മാരേജ് ചെയ്യുന്ന ഒരാള്, ഹസ്ബൻഡ്, വൈഫ്, ഇവര് രണ്ടും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും, അല്ലെ? ഇന്നു മുതൽ മരണം വരെ, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അല്ലെ, എല്ലാം എന്ത് വന്നാലും കർത്താവ് ബൈബിളെ തൊട്ടിട്ടാ പറയുന്നത്. കർത്താവ് നിന്റെ കൂടെ. ഞാനതുപോലെ തന്നെയാ, ഇപ്പം വ്രതം ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാ ബൈബിളെ തൊട്ടിട്ടാ പറയുന്നത്.
അതായത് ദൈവത്തെ പരിപൂർണമായിട്ട് സ്നേഹിക്കുന്നതിനും സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്നതിനും സഹോദരങ്ങൾ നന്മ ചെയ്യുന്നതിനും ഈശോ ഈ സുവിശേഷത്തില് പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 14-34 ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. 10 കൽപ്പനയൊക്കെ നിൽക്കുന്നുണ്ട്, എല്ലാ കൽപ്പനകളും നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയണ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പിന്നെ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പൗലോസ്ലീഹായൊക്കെ ഇപ്പം ആശിഷ് പറഞ്ഞ വചന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:8 നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം ആ വചനം ഏതായിരുന്നു? പരസ്പരം സ്നേഹിക്കുന്നതിൽ ഒരേ ആർക്കും ആരോടും ഒരു കടപ്പാടും ഉണ്ടാവരുത്. കാരണം സഹോദരനെ സ്നേഹിക്കുന്നവൻ നിയമം മുഴുവൻ പൂർത്തീകരിച്ചെന്ന് പറഞ്ഞു. നിയമം മുഴുവൻ പൂർത്തീകരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യണേ, ഈശോയിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയില് ഇപ്പം പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിനൊക്കെ സമർപ്പിച്ച് നമ്മൾ ശക്തമായിട്ട് നമ്മൾ വളരുന്നുണ്ട്. പക്ഷെ നമ്മൾ സഹോദരനിലേക്ക് വളരുന്നുണ്ടോന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതം ശരിക്കും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും എനിക്ക് എൻ്റെ മുന്നിൽ വരുന്നവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, എൻ്റെ മുന്നിൽ വരുന്നവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അത് നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്ന മുന്തിരിച്ചെടികളെ ശാഖകളിനകത്ത് ഈശോ പറയുന്ന അതാണ് 15:9 പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. എന്നിട്ട് പറയണത്, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാം. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകാനും എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എന്നിട്ട് പറയണം, സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമ്മള് ഈശോയിലേക്ക് ഒത്തിരി വളരുന്നുണ്ട്. അതേസമയം സഹോദരനിലേക്ക് വളരുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. ഞാൻ ഈ ഭക്തജീവിത പ്രവേശിക എന്ന് പറയുന്ന ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് യാക്കോബിന്റെ ഗോവണിയെ പറ്റി ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പുണ്യവാളം പറയുന്നുണ്ടേ. അപ്പൊ അതിനകത്ത് പറയുന്നതാണ്, യാക്കോബിന്റെ ഗോവണിയിൽ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ആണല്ലോ, ഇങ്ങനെ മേളിലേക്ക് കയറുന്ന ഒരു ഇതുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദൈവത്തിങ്കിലേക്ക് നമ്മൾ ഉയരുകയാണ്, അല്ലെ? ദൈവത്തിങ്കിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക് ഉയരുകയാണ്. എന്നിട്ട് പറയണത്, അതിന്റെ പടികൾ താഴോട്ടും ഉണ്ട്, മേളിലോട്ട് കിടക്കുമ്പോൾ താഴോട്ടും ഉണ്ട്. ഇനി താഴോട്ടുള്ള പടികൾ എന്തിനാണ്? സഹോദര സ്നേഹത്തിലേക്ക് നീ താഴണം, സഹോദര സ്നേഹത്തിലേക്ക് താഴണം, എളിമപ്പെടണം. ഈശോ അതല്ലേ കാണിച്ചത്? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 13-1 എന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വചനമാണ്. എപ്പോഴും ഞാൻ ധ്യാനിക്കുന്ന ഒരു വചനമാണ്. ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. എന്നിട്ട് അതിന് തൊട്ടടുത്ത സെക്കൻഡ് നമ്മൾ കാണുകയാണ്, എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് മേലങ്കി മാറ്റി അരക്കച്ചയൊക്കെ അണിഞ്ഞിട്ട് ശിഷ്യന്മാരുടെ പാദം കഴുകുകയാണ്. ആരുടെ പാദമാണ് കഴുകിയേ? ഈശോയെ ഒറ്റിക്കൊടുത്തവന്റെ. ഈശോയെ തള്ളി പറയാം. അത് കൃത്യം അറിയാം ഏത് സ്വഭാവക്കാരനാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചു, നമ്മളായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയില്, നമ്മുടെ ഭവനത്തില്, നമ്മൾ സ്കൂളില്, ജോലി മേഖലകളിൽ എല്ലാം നമ്മൾ നോക്കിയാൽ മതി, എല്ലാ ടൈപ്പുകളും ഉണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ വളരുമ്പോൾ ഇത് ശരിക്കും ഒബ്സർവ് ചെയ്യണം. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവന്റെ കൂടെ 2 മൈൽ ദൂരം നടക്കണമെന്നാണ് പറയുന്നത്. അതായത് ഈ റോമാക്കാര് യഹൂദരെല്ലാം പിടിച്ചിട്ട് അവരുടെ അവരുടെ പെട്ടിയും പ്രമാണവും ഒക്കെ 1 കിലോമീറ്റർ ചുമപ്പിക്കും. ഇത് നോക്കിയിട്ടാണ് ഈശോ പറയുന്നത്, നിന്നോട് അവൻ 1 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞെങ്കിൽ നീ 2 കിലോമീറ്റർ അങ്ങ് ചുമന്ന് കൊടുത്തേരും. എന്നിട്ട് ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതിയെ, നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് വെറുപ്പാണെങ്കിലുണ്ടല്ലോ, ശരിക്കും പറയാം ഈശോയുടെ കൽപ്പന നമ്മൾ ലംഘിക്കുക. ശരിക്കും പറയാം, അങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു, എന്റെ ഈശോയെ, നിന്റെ ഈ വചനം പാലിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണം, പരസ്പരം സ്നേഹിക്കാൻ. ഞാൻ സത്യം പറയുകയാണ്, എനിക്ക് ശരിക്കും പറയാം, ഒരു സഹോദര സ്നേഹത്തിലേക്ക് ഒരു തുറവ് ഈശോ എനിക്ക് തരുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമുണ്ട്. സത്യം നിങ്ങളെല്ലാവരും കാണാനും കൂടെ വലിയ അതിയായ ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഈ നന്മ മരത്തിൽ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു മാനുഷികതയേക്കാൾ ഉപരിയാട്ടോ ഞാൻ പറയുന്നത്. കാരണം എനിക്കറിയാം എന്റെ പൗരോഹിത്യം ഇങ്ങനെ മറഞ്ഞ് ഇരിക്കേണ്ടതല്ല. ഇപ്പോഴും എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഡെങ്കുപ്പനി കഴിഞ്ഞതിന്റെയും
എനിക്ക് ഒട്ടും പറ്റുന്നില്ല പലപ്പോഴും. പക്ഷേ പൗലോസ്ലീഹ പറയുന്നില്ലേ, യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നു. നമുക്കൊരിക്കലും മറഞ്ഞിരിക്കാനോ ഒന്നും പറ്റുന്നില്ലേ. അപ്പം ഞാൻ പറയാവേ, ഈ ധ്യാനേന്ദ്രത്തിന്റെ വാതിക്കൽ ഒരു മനുഷ്യനിരിപ്പുണ്ട്. ഒരു യാചകനായ ഒരു മനുഷ്യനാ. ആഹ് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ആൾക്കാർ അങ്ങനെ പോകുമ്പോൾ കൈപോയി കാണിക്കും. ആരും മൈൻഡ് ചെയ്യില്ല. നമ്മളിതുപോലെ അപ്പൊ ഞാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കൈപോയി കാണിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചോണ്ട് കൈപോയി കാണിക്കും. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും സമൂസയൊക്കെ ഇങ്ങനെ മേടിച്ച്, സമൂസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായയൊക്കെ മേടിച്ച് ഞാൻ ഇങ്ങനെ ചുമ്മാ കൊണ്ട് കൊടുക്കുവേ. ഞാൻ കൊടുക്കുമെന്ന് പറയാൻ വേണ്ടിയല്ലേ, ഞാൻ അങ്ങനെ വലിയ നന്മ ചെയ്യുന്ന ആളാന്ന് പറയാൻ വേണ്ടിയല്ലേ. പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് ഈ ലോകത്ത് എത്ര ആരാധന നടത്തിയാലും കിട്ടത്തില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ എത്ര പ്രസംഗം പറഞ്ഞാലും എനിക്ക് കിട്ടത്തില്ല. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മളെല്ലാം വളരണം. ആ ഒരു ലെവലിലേക്ക് വളരണം. നിങ്ങൾ പുറത്തു പോയി യാചകരെ സഹായിക്കണമെന്നൊന്നുമല്ല പറയുന്നത്. ഇപ്പം എന്താ പറയുക, ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, അത് കർത്താവിനോട് ചോദിച്ചങ്ങ് മേടിക്കണം. ആ ഒരു കൃപ ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ പൗലോസ്ലീഹ പറയുന്നില്ലേ, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1:4 പറഞ്ഞത്, നിങ്ങളുടെ സ്നേഹം, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം, തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ യോഗസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തു നിങ്ങളെ തെരഞ്ഞെടുത്തു, അല്ലെ? തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി തന്നെ എന്തെല്ലാം രീതികളിലാണ് ഈ സ്നേഹത്തിന്റെ വചനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ അതിന് ഒരു വലിയൊരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി, ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. പിന്നെ എന്താ പറയാ, ഈ വെളിപാട് എന്നതുമല്ല, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നും പറയാനുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായ സ്നേഹം കൈപിടിക്കും. സത്യം പറഞ്ഞാൽ എന്റെ ഈശോയോടുള്ള ആദ്യ സ്നേഹം ഇച്ചിരി കുറഞ്ഞായിരുന്നേ. ഈ മനോഹരത്തിൽ നമ്മുടെ ഈ മരിയൻ ധ്യാനമില്ലേ, അതിലൂടെ ഒരു ഭയങ്കര സ്നേഹത്തിന്റെ അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള ഒറ്റക്കാരുള്ളൂ, സ്നേഹത്തിന്റെ ഒരു അഭിഷേകം. പിന്നെ ജപമാലയൊക്കെ ഭയങ്കര തീഷ്ണതയോടെ ചൊല്ലി ഇരിക്കും. ഞാൻ കുളിക്കുമ്പോഴൊക്കെ ബാത്റൂം അടച്ചിട്ട് ഒച്ചയ്ക്ക് നന്മറിഞ്ഞ പറയുന്ന ചൊല്ലിയാണ് ഇപ്പൊ കുളിക്കുന്നത്. ഇത് ഈ ധ്യാനത്തിലൂടെ കിട്ടിയ ഒരു അഭിഷേകമാണ്. എന്ന് വെച്ചാൽ ആ ഒരു ആദ്യ സ്നേഹം പുനഃസ്ഥാപിച്ചു. ആദ്യ സ്നേഹം പുനഃസ്ഥാപിച്ചു. അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഈ സഹോദര സ്നേഹത്തിലേക്ക് വളരാൻ വേണ്ടി ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കണേ. കാരണം ഈ ഇടക്കാലം കൊണ്ട് മനസ്സിലായി, ഈശോ ഹൈലൈറ്റ് ചെയ്തൊരു സാധനം അതാണ്. ഒരു പുതിയ പ്രമാണം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പൊ ആ ഒരു സ്നേഹത്തിലേക്ക് വളരാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാം.